നല്ല വായന നല്ല സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന സന്ദേശത്തോടെ നാടെങ്ങും വായനാ ദിനാചരണം നടന്നു. വിശദാംശങ്ങളിലേക്ക്. വായനാ ദിനത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ വായനശാലയിൽ വായിക്കാനും പഠിക്കാനുമായി എത്തിയ എല്ലാവർക്കും നഗരസഭാ പ്രതിപക്ഷ നേതാവ് മധുരം നൽകി സ്വീകരിച്ചു. കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു. സാഹിത്യകാരിയും അധ്യാപികയുമായ പ്രഭിത പ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സ്റ്റാർലിറ്റ് SIC അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PN പണിക്കർ അനുസ്മരണവും വായനയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കലാപരിപാടികളും അരങ്ങേറി. മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ള വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. PTA പ്രസിഡന്റ് പ്രസാദ് C പുലിക്കോടൻ, മലയാളം അധ്യാപകരായ സയന, സോണി എന്നിവർ സംസാരിച്ചു. അഞ്ഞൂർ നവയുഗ ഗ്രാമീണ വായനശാലയിൽ വായന പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു. വായനാ ദിനമായ ജൂൺ 19 പ്രസിഡന്റ് PM ബിജു PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൊഴിയൂർ CMUP സ്കൂൾ വിദ്യാർത്ഥികൾ വായനശാല സന്ദർശനം നടത്തി. CMUP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിജി ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി സുഗതൻ NK വായനശാലയുടെ പ്രവർത്തന രീതികൾ കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനം നടത്തി. പ്രീതി ടീച്ചർ, സരി ആന്റണി, MPTA പ്രസിഡന്റ് ആശ ഷിബു, MPTA അംഗം ഷഫ്ന, സ്കൂൾ ലീഡർ സർഹ ഫാത്തിമ, വായനശാല ലൈബ്രറിയൻ ജബിലി NU എന്നിവർ നേതൃത്വം നൽകി. തിരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിന പോസ്റ്റർ പ്രദർശനം നടത്തി. മലയാളം അധ്യാപിക ഷെറി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക ജിഷ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ കുട്ടികളോട് സംസാരിച്ചു. തുടർന്ന് രൂപ ടീച്ചർ, ജെയിംസ് മാസ്റ്റർ എന്നിവർ വായനാ ദിന സന്ദേശം കൈമാറി. വിദ്യാരംഗം കോർഡിനേറ്റർ ലിജി ടീച്ചർ നന്ദി പറഞ്ഞു. വായനാ വാരത്തോടനുബന്ധിച്ച് വായനാ മത്സരം, വായനാ ദിന ക്വിസ്, പുസ്തകപരിചയം എന്നിവ നടത്തി. MKM UP സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാഹിത്യകാരനും ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ സത്താർ ആദൂർ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യാഭിരുചി കുട്ടികളിൽ വളർത്തുന്നതിനുതകുന്ന രീതിയിൽ ക്ലാസ് നയിച്ചു. വായനക്കളരിയുടെ ഭാഗമായി പോർക്കുളം സർവീസ് സഹകരണ ബാങ്ക് സ്കൂളിലേക്ക് പത്രം സ്പോൺസർ ചെയ്തു. പോർക്കുളം സഹകരണ ബാങ്ക് സെക്രട്ടറി മിനി KA, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പ്രൊഫസർ രാധാകൃഷ്ണൻ, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു എന്നിവർ ആശംസ അർപ്പിച്ചു. പ്രധാന അധ്യാപിക സ്റ്റെനി K സ്റ്റീഫൻ സ്വാഗതം പറഞ്ഞു. ലിജോ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വായനയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രച്ഛന്നവേഷം, കയ്യെഴുത്ത്, ക്വിസ് മത്സരം, പുസ്തക പ്രദർശനം എന്നിവ നടത്തി. MD കോളേജിലെ ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ വായനോത്സവം 2025 എന്ന പേരിൽ ഒരു മാസം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വായനാ ദിനത്തിലെത്തിയ പുസ്തകവണ്ടി വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. പുസ്തകവണ്ടിയുടെ ഫ്ലാഗ് ഓഫ് റിട്ടയർഡ് DDE ലിജി ജോൺസൺ നിർവഹിച്ചു. വീട്ടിലും ലൈബ്രറി, അമ്മ വായന, പുസ്തക പ്രദർശനം, കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം, PN പണിക്കർ അനുസ്മരണം, വായനക്കൂട്ടം, ലൈബ്രറി സന്ദർശനം, അറിവു തേടി, പതിപ്പ് പ്രകാശനം, വളരുന്ന വലിയ പുസ്തകം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കുന്നത്. കുട്ടികൾക്കായി വായനാദിന പ്രസംഗം, വായനാ മത്സരം, കയ്യെഴുത്തു മത്സരം, ചിത്രം നിറം നൽകൽ, കഥ പറയൽ മത്സരം, കവിതാലാപനം, അക്ഷരചിത്രങ്ങൾ, ക്വിസ്, കവിപരിചയം തുടങ്ങി വായനാ പരിപോഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കും. ലിജി ജോൺസൺ വായനോത്സവം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ജെയിം ജീവൻ വായനാദിന സന്ദേശം നൽകി. പ്രധാനാധ്യാപകൻ G. ജോർജ്, ലിനുരാജ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സോണി സക്കറിയ, ഖാലിദ് VA, MPTA പ്രസിഡന്റ് ജുബി സജി, അംഗങ്ങളായ ഹേമ സുജിത്, രഹന സുചീന്ദ്രൻ, ബിജിന വരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാഗ മാലതി UP സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടന്നു. PTA പ്രസിഡന്റ് EO സോജൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക VV സ്മിത അധ്യക്ഷയായി. വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തിയ മാഗസിൻ്റെ പ്രകാശനവും നടന്നു. അധ്യാപകരായ വിജി, അനശ്വര, അനിത എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ വായനയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് മിനി ടീച്ചർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥി പ്രതിനിധി നജ്മ PS വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒരു മാസം നീണ്ടുനിൽക്കുന്ന വ്യത്യസ്തങ്ങളായ വായനാ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികളുടെ വായന പരിപോഷിപ്പിക്കുന്നതിനായി സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. വേലൂർ RMLP സ്കൂളിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരൻ ബാബു C. രാമൻ വായനാദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ആൻസി സിജോ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ CJ ജിജു മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോസ് K നന്ദിയും പറഞ്ഞു. അധ്യാപകരായ ലാലി, സുനി, പൗഷ, ലിസി എന്നിവർ നേതൃത്വം നൽകി. മധുര മലയാളം വായനാമുറി ഉദ്ഘാടനം ചെയ്തു. പ്രശ്നോത്തരി മത്സരം, അക്ഷരപ്പാട്ട്, കയ്യെഴുത്തു മാസിക, വായനാ മത്സരങ്ങളിലെ വിജയികൾ എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ വായനാദിന പ്രതിജ്ഞയെടുത്തു. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗം, പാട്ട്, വായനാനുഭവം പങ്കുവയ്ക്കൽ, കാവ്യാലാപനം എന്നിങ്ങനെ വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വായനാ മത്സരം, കഥാകഥനം, കയ്യെഴുത്ത്, പോസ്റ്റർ രചന, കൊളാഷ് എന്നിങ്ങനെയുള്ള മത്സരങ്ങളും ഉണ്ടായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, മലയാള വിഭാഗം അധ്യാപകരായ MK ഷൈജ, TR രാധിക, CJ സിന്ധു, K സുജാത, K പാർവതി, UV ജാലി, MK രാജി, ബെനിറ്റ ചാർലി, PR ലത എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ വായനാ വാരാചരണം 10ഓളം പ്രഗത്ഭരായ എഴുത്തുകാരുടെയും മുഴുവൻ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബിൻസി ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് തൃശൂർ ലിറ്റററി ഫോറവും മലയാള ഗവേഷണ വിഭാഗവും ലൈബ്രറിയും സംയുക്തമായി എഴുത്തുകാരോടൊപ്പം എന്ന സാഹിത്യ സംവാദ സദസ്സും അരങ്ങേറി. മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ ഡോക്ടർ രാവുണ്ണി, K ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, മോഹൻദാസ് പാറപ്പുറത്ത്, രാജലക്ഷ്മി മാനഴി, ഷാജു പുതൂർ, ഡോക്ടർ അഞ്ജലി മേനോൻ, അപർണ ബാലകൃഷ്ണൻ, സന്ധ്യ അറയ്ക്കൽ എന്നിവരും സാഹിത്യ സംവാദ സദസ്സിൽ പങ്കെടുത്തു. ആദൂർ മഹാത്മാ LP സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ വാരാചരണം ഡോക്ടർ VK നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. പ്രധാന അധ്യാപിക KV ഗീത, MPTA പ്രസിഡന്റ് നാസിമ സക്കീർ, വിദ്യാരംഗം ദിനാചരണ കൺവീനർ സെപ്റ്റീന എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായനാ ദിനാചരണം ഭാഷാ പണ്ഡിതൻ കടവല്ലൂർ അരവിന്ദ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ KV വൃന്ദ ടീച്ചർ അധ്യക്ഷയായിരുന്നു. PV ദീപ ടീച്ചർ, ശ്രീകല ടീച്ചർ, A ജാസ്മിൻ, CS സിമി, PK രജനി, നസീറ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻകടപ്പുറം GF UP സ്കൂളിൽ പ്രമുഖ കവിയും അധ്യാപകനുമായ അഹമ്മദ് മുയിനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA അബീന അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് PK റംല, മദർ PTA വൈസ് പ്രസിഡന്റ് സുൽഫത്ത്, PTA എക്സിക്യൂട്ടീവ് അംഗം സുഹാസ്, ശംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വായനാ വിളംബര ജാഥ, വായനശാല സന്ദർശനവും ഉണ്ടായി. ഗുരുവായൂർ ഗാന്ധി ദർശൻ വേദിയും 26-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വിജയപഥം 2025 സംഘാടക സമിതിയും ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ ജന്മദിനവും വായനാദിനവും സംയുക്തമായി ആചരിച്ചു. തിരുവെങ്കിടം കുരിശ് സെന്ററിൽ ഗാന്ധി ദർശൻ വേദി യൂണിറ്റ് പ്രസിഡന്റ് ബാലൻ വാറനാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വഴിയോര സദസ്സ് മാതൃകാധ്യാപകനും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ PI ലാസർ ഉദ്ഘാടനം ചെയ്തു. ഷാജൻ വെള്ളറ, CK ഡേവിസ്, CJ ക്രിസ്റ്റൽ, KP പുഷ്പൻ, ജസ്റ്റിൻ, CK രാജൻ, AK കുമാരൻ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്തവർക്കും വഴിയാത്രക്കാർക്കും മലയാള ദിനപത്രങ്ങളും മധുരപലഹാരങ്ങളും നൽകിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേച്ചേരി അൽ-ഇസ്ലാഹ് സ്കൂളിൽ പുസ്തകത്തോട്ടിലൊരുക്കി വായനാ ദിനത്തെ വേറിട്ടതാക്കി. സ്കൂൾ പ്രിൻസിപ്പൽ സുപ്രിയ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഹമീൻ MA, മലയാള വിഭാഗം മേധാവി ഷൈനി PC എന്നിവർ സംസാരിച്ചു. വായനാദിന പ്രതിജ്ഞ, നാടൻപാട്ട്, പ്രസംഗം, പുസ്തക വായന, അക്ഷരമരം, പ്രച്ഛന്നവേഷ മത്സരം എന്നിങ്ങനെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അസംബ്ലി ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പുസ്തകത്തൊട്ടിലിലേക്ക് കുട്ടികളും അധ്യാപകരും പുസ്തകങ്ങൾ സമർപ്പിച്ചു. കാഞ്ഞിരത്തിങ്കൽ MG സ്കൂളിൽ വായനാ ദിനം വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് സാറമു K പോൾ അധ്യക്ഷത വഹിച്ചു. അനുമോൻ C തമ്പി സ്കൂളിൽ സൗജന്യ പത്രം നൽകി. കലാപരിപാടികൾ നടത്തുകയും വാർഡ് മെമ്പർ സമ്മാന വിതരണം നടത്തി. ഷൈനി ടീച്ചർ, സുജാസി ചെറിയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് ആൽത്തറ LM UP സ്കൂളിലെ 50ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് M ഫിലിപ്പോസ്, സെക്രട്ടറി സുലൈമാൻ കൂടല്ലൂർ, നീലകണ്ഠൻ നമ്പീശൻ, പ്രധാനാധ്യാപിക ഷീജ, അധ്യാപകരായ ജിജി, രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീമതി തങ്കമ്മ, പാർവതി, O മായൻ, AM കറപ്പുട്ടി, M വിജയൻ, സഹദേവൻ, KC ഷൺമുഖൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കടപ്പുറം മാട്ടുമ്മൽ യുവഭവന കലാസമിതി വായനശാലയ്ക്ക് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ റാഹില വഹാബ് പുസ്തകങ്ങൾ കൈമാറി. വായനശാല പ്രസിഡന്റ് ഉമ്മർ കോടഞ്ചേരി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. യുവഭവന കലാസമിതി സെക്രട്ടറി PK മധു, നിർവാഹക സമിതി അംഗങ്ങളായ CM പൃഥ്വിരാജ്, KV രാഗി, സിദ്ധാർത്ഥൻ, പൊതുപ്രവർത്തകരായ KM സക്കീർ, മുഹമ്മദ് അസ്ഹർ, വിജയൻ എന്നിവർ പങ്കെടുത്തു. ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ ചൂണ്ടലിൽ വായനാ ദിനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പരിസ്ഥിതി പ്രവർത്തകനും കടലാമ സംരക്ഷകനുമായ ജെയിംസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് അധ്യക്ഷയായി. അധ്യാപകരായ സിജിൽ, ജിഷ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വായനാദിന സന്ദേശം നൽകുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. വിദ്യാർത്ഥി നന്മ ഗിരീന്ദ്രൻ കാവ്യാലാപനം നടത്തി. വായനാദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളെ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു.